ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നോക്കേണ്ട സമയമാണ്. വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ കൺസെപ്റ്റുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്നാണ്. ഒരു 3 മുതൽ 4 ക്വസ്റ്റ്യൻസുകൾ വരെയൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആദ്യം നോക്കും, എന്നിട്ട് അതിൻ്റെ തിയററ്റിക്കൽ നേച്ചറിലേക്ക് വരികയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അതിൽ ഒന്നാണ് ഡിസീസസ്, രണ്ടാമത്തെയാണ് നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒന്നിലധികം ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. മറ്റൊന്നാണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, എയ്ഡ്സ്, ആ പോർഷൻ എന്ന് വരും. ദെൻ ലാസ്റ്റ് ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന പാർട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട പാർട്ടുകളിലുള്ള ക്വസ്റ്റ്യൻസുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചിക്കുൻ ഗുന്യ ആൻഡ് ഡെങ്കു ഫീവർ ആർ വൈറൽ ഡിസീസ്. ശരിയാണ്, വൈറൽ ഡിസീസ് ആണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഈഡിസ് മൊസ്കിറ്റോ വഴിയാണ്. ഈഡിസ് മൊസ്കിറ്റോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എന്താണ്, വെക്ടേഴ്സ് ആയിട്ടാണ്. മൊസ്കിറ്റോസിനെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് പറയുക. വെക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെക്ടേഴ്സ് പറയുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ ഇവർ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആണ്, നോട്ട് എ പോസിറ്റീവ് ഏജന്റ്. പോസിറ്റീവ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബയോളജിക്കൽ പാത്തോജനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. ചിക്കുൻഗുന്യ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആൽഫ വൈറസും അതുപോലെ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലേവി വൈറസുമാണ്. ഫ്ലേവി വൈറസ്, ആ വൈറസുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അസുഖം ഉണ്ടാവുന്നത്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ചില വൈറൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തത്. അതൊന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതിലേക്ക് വരുന്നു, എയ്ഡ്സ് ഇസ് നോട്ട് എ ഹെറിഡിറ്ററി ഡിസീസ്. ശരിയാണ്, എയ്ഡ്സ് എന്ന് പറയുന്ന ഇൻക്യൂറബിൾ ഫേറ്റൽ ഡിസീസ് ആണ്. ഫേറ്റൽ ഡിസീസ് ആണ്, വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഫേറ്റൽ ഡിസീസ് ആണ്. അതാണ് ഡോണ്ട് ഡൈ വിത്ത് എന്താണ്, ഇഗ്നറൻസ്, അജ്ഞത കൊണ്ട് മരിക്കരുത് എന്ന് നാക്കോടെ എന്ത് വന്നത്, സ്ലോഗൻ വരാൻ തന്നെ കാരണം. അതുകൊണ്ട് എയ്ഡ്സ് ഈസ് നോട്ട് എ ഹെറിഡിറ്ററി ഡിസീസ്. അത് ശരിയാണ്, ഹെറിഡിറ്ററി ഡിസീസ് അല്ല. Then the causative agent of malaria is Anopheles mosquito. അത് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തേല് പറഞ്ഞ അതേ പോയിന്റ് ആണ്. പോസിറ്റീവ് ഏജന്റ് നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ അനോഫിലസ് മൊസ്കിറ്റോ ഒക്കെ അറിയുന്നതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റിപ്പോകും. പോസിറ്റീവ് ഏജന്റ് അല്ല. പോസിറ്റീവ് ഏജന്റ് ആരാണ്? മലേറിയയുടെ പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്താണ്, സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. 4ഓളം ടൈപ്പുകളുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, അതുപോലെ പ്ലാസ്മോഡിയം മലേറിയെ, then പ്ലാസ്മോഡിയം ഒവെയിൽ, then പ്ലാസ്മോഡിയം ഫാൽസിപാര. ഇത് ഫേറ്റൽ കണ്ടീഷനാണ്. ഫേറ്റൽ മലേറിയ, മാലിഗ്നന്റ് മലേറിയ, സെറിബ്രൽ മലേറിയ എന്നൊക്കെ പറയും. അതുകൊണ്ട് പോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പക്ഷേ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആണ് എന്ത്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കും. HIV ക്യാൻ സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. തെറ്റാണ്. ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എക്സ്പെഷ്യലി സെക്ഷൽ സെക്രീഷൻ. ദെൻ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ് ഒക്കെയാണ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് നേച്ചറിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് മദറിന് കുഞ്ഞിലേക്കും എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. Then interferon is a protein produced by viruses. ശ്രദ്ധിക്കണം, അത് ഒറ്റയടിക്ക് കാണുമ്പോൾ ശരിയാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇന്റർഫെറോൺ. ഫർദർ എന്താണ്, സെൽസിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഡാമേജ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള സെൽസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല. അപ്പൊ ഇതും എന്താണ്, തെറ്റാണ്. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ശരിയാണ്, ബാക്കി 3 എന്താണ്, തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. 1 and 2 ആർ ട്രൂ, ബട്ട് 3 and 4 and 5 ആർ ഫോൾസ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ സി ആണ് നമ്മളുടെ ആൻസർ. സി ഓർത്ത് വെക്കുക, സി ആണ് ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024. അവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റി ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തെല്ലായിടത്തും എല്ലാ ആൾക്കാരിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ഇപ്പൊ മഴക്കാലം കൂടിയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് വരുന്ന ഒരു അസുഖമാണ് എന്ത്, കോമൺ കോൾഡ്. കോമൺ കോൾഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താണെന്ന് ചോദിച്ചാൽ റൈനൈറ്റിസ് എന്ന് വിളിക്കും. അത് കോസ് ചെയ്യുന്ന വൈറസ്, ഞാൻ ആ പേര് പറയാൻ തന്നെ കാരണം ആ വൈറസിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, റൈനോ വൈറസ്.
സാധാരണ രീതിയിൽ നമ്മൾ വലിയ ട്രീറ്റ്മെന്റുകളൊന്നും എടുക്കാതെ എന്ത് ചെയ്യാണ് മാറുന്ന ഒരു അസുഖം കൂടിയാണ്, എല്ലാവർക്കും വരുന്നതാണ്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സോർ ത്രോട്ട് ഉണ്ടാവും, കൊറേസിനസ് ഉണ്ടാവും, നെയ്സൽ കഞ്ചഷൻ, ഡിസ്ചാർജ്, ഇതൊക്കെ കാണിക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഏതെന്ന് പറയുന്നത് കോൾഡ്. കോമൺ കോൾഡ്. അത് മാത്രമല്ല നമ്മളെ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടയർഡ്നെസ്, വീക്ക്നെസ്, നമ്മൾ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള എന്തുണ്ട് പനിയൊക്കെ ഉണ്ടാവും. മറ്റുള്ള ഒബ്ജക്റ്റുകളിലൂടെയൊക്കെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം നമ്മളിപ്പം കമ്പ്യൂട്ടർ, മൗസ്, അതുപോലെ ബുക്ക്, പെൻ, ഡെസ്ക്, ബെഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ കണ്ടാമിനേഷൻ നടന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇതെല്ലാം എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അറിയാം. ഹീമോസോയിൻ വളരെ പ്രധാനപ്പെട്ട. ഹീമോസോയിൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം വെച്ചാൽ ഹീമോസോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസോളബിൾ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാ. ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് എപ്പോൾ ഉണ്ടാവുന്നതാണ്? ഡിറൈവ്ഡ് ഫ്രം എന്താണ്? ഹീമോഗ്ലോബിൻ. RBCയിലെ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഹീമോസോയിൻ. ഈ ഹീമോസോയിൻ RBCയിലെ ലൈഫ് സൈക്കിൾ നടക്കുമ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യും, പോളിഫറേറ്റ് ചെയ്യും. അത് റപ്ചർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ റിലീസ് ചെയ്യുന്ന പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഇതിന്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് മലേറിയൽ ഫീവറും ചിൽസ്, വിറയലും പനിയും ഉണ്ടാവുന്നത്. മലമ്പനി എന്ന് പറയുന്നത് മലേറിയൽ ഫീവർ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് അതിന്റെ നേച്ചർ ആരാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡിയത്തിലേക്കാണ് പോവുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, അതാണ് ഏതെന്ന് പറയുന്നത് വിഡാൽ. നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ NCERT ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. വിഡാൽ ടെസ്റ്റ് ആണ്. വിഡാൽ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാനുള്ള ബ്ലഡ് സീറം ടെസ്റ്റ് ആണ്. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാനുള്ളതാണ്, ബ്ലഡ് സീറം ടെസ്റ്റ് ആണ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്ന സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന എന്താണ് ബാക്ടീരിയ ആണ്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് എന്ത്, വിഡാൽ ടെസ്റ്റ്. പിന്നെ ഒന്ന് LIC ഒക്കെയാണ് നമ്മളെ ബുക്കിൽ പറയുന്നത്. അത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അതർ പാത്തോജനെയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുക്കുമായിട്ട് NCERT ആയിട്ട് കൺസേൺ ചെയ്യുമ്പോൾ അങ്ങനെ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. LIC ഉണ്ട്, നിങ്ങൾ ബയോടെക്നോളജിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതാണോ ടെസ്റ്റുകൾ, PCR അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് ഏതാണോ നിർബന്ധമായും പഠിക്കേണ്ടത് അതെല്ലാം പഠിച്ചു വെക്കണം. ഇനി അടുത്ത അലർജിയാണ്. അലർജി നമുക്കറിയാം, അലർജി വളരെ പ്രധാനപ്പെട്ടാണ്. എക്സാജറേറ്റഡ്, നമ്മൾ സഡൻലി ഉണ്ടാവുന്ന നേച്ചറാണ്. എല്ലാവർക്കും എല്ലാ വസ്തുക്കളും അലർജി ആവണമെന്നില്ല. അലർജി കോസ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അലർജൻസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആന്റിബോഡി ഉണ്ട്, അതിന്റെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്നറിയപ്പെടുന്നത്. ഇതാണ് അലർജിയെ മീഡിയേറ്റ് ചെയ്യുന്ന ആന്റിബോഡി. മാസ്റ്റ് സെൽസിനും റോൾ ഉണ്ട്, ഹിസ്റ്റമിൻ, സെറോട്ടോണിന് റോൾ ഉണ്ട്. ഇവരൊക്കെയാണ് അലർജൻസ് എന്ന് പറയുന്ന. ഡസ്റ്റുകളാവാം, അതേപോലെ ഡസ്റ്റ് ആവാം, പോളൻ ഗ്രെയിൻസ് ആവാം, ഡ്രഗ്സ് ആവാം. ചില ഡോക്ടറെ അടുത്തൊക്കെ പോയാൽ ഡോക്ടർ നമ്മളോട് ചോദിക്കും മരുന്ന് ഏതെങ്കിലും അലർജി ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പം അത് വളരെ വയലന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ആന്റി ഹിസ്റ്റമിൻസ്, അതേപോലെ തന്നെ സ്റ്റീറോയിഡ്സ്, അഡ്രിനാലിൻ, ഇതൊക്കെയാണ് എന്ത് ക്വിക്ക് റിലീഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അലർജിക് റിയാക്ഷനെ പറ്റി ഓർത്ത് വെക്കുക, അതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ആന്റിബോഡി ഓർത്ത് വെക്കുക, അതിന്റെ പോസിറ്റീവ് ഏജന്റിനെ വിളിക്കുന്ന പേര് ഓർത്ത് വെക്കുക. അപ്പൊ അലർജൻസിന് ഇവിടെ അലർജിക്ക് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കാം. A എന്ന് പറയുന്നത് എന്താണ്, കോമൺ കോൾഡ് ആണ്. 3 ആണ് വരുന്നത്. A3 നമുക്ക് ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എന്താണ്, 1 ആണ് ആൻസർ. B എന്താണ്, B1 അത് ശരിയാണ്. C2 അതും ശരിയാണ്. അതേപോലെ D4 അത് ശരിയാണ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്, 1 ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ മെച്ചുറേഷൻ ഇൻ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ദി ലിംഫോസൈറ്റ് മൈഗ്രേറ്റ് ഫോർ ഇന്ററാക്ഷൻ വിത്ത് ആന്റിജൻ ടു ദി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഓർ ടിഷ്യൂസ് ലൈക്ക് എന്നാണ് പറഞ്ഞത്. ഇതിനോട് സിമിലാരിറ്റി ഉള്ള സെക്കൻഡറി ലിംഫോയിഡ് ഓർഗന്റെ ഫംഗ്ഷൻ, അതുപോലെ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ മെച്ചുർ ആവുന്ന ഏതൊക്കെ സെല്ലുകളാണ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ അല്ല, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NEET 24 വന്നിട്ടുണ്ട്, 25 ലിംഫോയിഡ് ഓർഗന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്നാണ് പറയുന്നത്. പ്രൈമറി ലിംഫോയിഡ് ഓർഗനെ നമുക്ക് വേണമെങ്കിൽ ഓർഗൻസ് നമുക്ക് എന്തുകൂടി വിളിക്കാം, സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻ എന്ന് വിളിക്കാം. സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻസ്.
ഇതിന് 2 എക്സാമ്പിളാണ് നമുക്കുള്ളത്. ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ ബോൺ മാരോ ആണ്. എല്ലാ ബ്ലഡ് സെൽസുകളും ഉണ്ടാവുന്ന എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. രണ്ടാമത്തെ ആളുടെ പേരാണ് എന്ത്? തൈമസ്. രണ്ടാമത്തെ ആളുടെ പേരാണ് തൈമസ്. ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ എന്താ നടക്കുന്നത്? എല്ലാ ബ്ലഡ് സെൽസും ഉണ്ട്. ഒറിജിൻ ആൻഡ് മെച്ചുറേഷൻ ആണ് നടക്കുന്നത്. മെച്ചുർ ആയി കഴിഞ്ഞാൽ അവരെ ആന്റിജനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. അതുകൊണ്ട് പെരിഫറൽ സർക്കുലേഷനിലേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. പെരിഫറൽ സർക്കുലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന ഏത് ഓർഗനിലേക്കാണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്കാണ് പോകുന്നത്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. അതിന് എക്സാമ്പിൾ ആണ് ആര്? സ്പ്ലീൻ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ലിംഫിനോഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലിംഫ് ഗ്ലാൻസ് എന്നൊക്കെ പറയും, ലിംഫിനോഡ്. ദെൻ പെയേഴ്സ് പാച്ചസ്. എലിമെന്ററി കനാലിലൊക്കെ കാണപ്പെടുന്ന പെയേഴ്സ് പാച്ചസ്, വെർമിഫോം അപ്പൻഡിക്സ് ഉൾപ്പെടെയുള്ള പാർട്ടുകളിൽ കാണപ്പെടുന്നതാണ് പെയേഴ്സ് പാച്ചസ്, ലിംഫ്. ഇനി നാലാമതായിട്ട് എന്ത് ചെയ്യാം? ടോൺസിൽസ്. ഇതൊക്കെ എടുക്കാം. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇവിടെ വെച്ചിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഏതൊക്കെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ ഉണ്ടോ നോക്കണം. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എക്സാമ്പിൾ ആണ് തൈമസ്, പ്രൈമറി ആണ്. ബോൺ മാരോ പ്രൈമറി, ഇതും പ്രൈമറി ആണ്, ഇതും പ്രൈമറി. സ്പ്ലീൻ സെക്കൻഡറി ആണ്. ലിംഫ് നോഡ്സ് സെക്കൻഡറി ആണ്. പെയേഴ്സ് പാച്ചസ് സെക്കൻഡറി ആണ്. അപ്പൊ ഇത് മൂന്നും ഉള്ള ചോയ്സ് നമുക്ക് CDE അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആൻസർ ഏതാ? 1 ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 സെല്ലൂടി വരും. ബി സെൽസ് എന്ന് പറയുന്നതുകൊണ്ട് ടി സെൽസ് എന്ന് പറയുന്നതുകൊണ്ട് ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് സെൽസ്, ബോൺ മാരോ ഇറ്റ്സെൽഫ്. ബോൺ മാരോ തന്നെ ഉണ്ടാവുകയും അവിടെ വെച്ച് മെച്ചുറേയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ബി സെൽസ്. ടി ആണെങ്കിൽ എന്താ? ഒറിജിനേറ്റഡ് ഇൻ ബോൺ മാരോ, മെച്ചൂർഡ് ഇൻ തൈമസ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. തൈമസിന് പ്രത്യേകത എന്താ? നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ചോദിക്കും, ഒരു ഓൾഡ് ഏജ് പീപ്പിളിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇത്ര വയസ്സായി, അസുഖങ്ങളൊക്കെ കാണുന്നു, ഏത് സെല്ലാണ് എന്ന്. തൈമസ് ഗ്ലാൻഡ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരുകൂടി ഓർത്ത് വെക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ തൈമോസിൻ എന്ന് പറയുന്നതാണ്. കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതുകൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് നടക്കുള്ളൂ? മെച്ചുറേഷൻ ആര് നടക്കുള്ളൂ? ടി സെൽസിനെ നടക്കുള്ളൂ. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി പ്രസന്റ് ഇൻ ദി ടൈം ഓഫ് ബർത്ത് ആൻഡ് ഈസ് എ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ഇൻ ദി ഹ്യൂമൻ ബോഡി എന്നാ. അപ്പൊ ഞാനിവിടെ ഇമ്മ്യൂണിറ്റിയെ രണ്ടാക്കി തിരിക്കുന്നു. അതിൽ ഒരാളെ വിളിക്കുന്ന പേര് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. രണ്ടാമത്തെ ആളെ വിളിക്കുന്ന പേര് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതാണ് അക്വയർഡ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കും. ഇൻബോൺ ആൻഡ് ഇൻഹെറിറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇതങ്ങനെ, ഇത് ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷമുള്ളതാ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആന്റിജനോടും എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. സ്പെസിഫിക് അല്ല. ഇവർക്ക് 3 പ്രോപ്പർട്ടി ഉണ്ട്. ഈ 3 പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക്ക. രണ്ടാമത്തെ എന്താ? ദാറ്റ് വിൽ ജനറേറ്റ് മെമ്മറി സെൽസ്, ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി. മൂന്നാമത്തെ പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പോയിന്റിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഓഫ് എന്താണ്? സെൽഫ് ആൻഡ് നോൺ സെൽഫ്. ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്ന കണ്ടീഷനും ഈ സെല്ലാണ്. അത് ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഡിസ്ക്രിമിനേഷൻ സെൽഫ് ഏതിനോ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംമാതിരി പ്രോട്ടീൻസുകൾ മറ്റുള്ള സെൽഫ് ആന്റിജൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് വരുന്നതിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കുണ്ടാവുന്ന അസുഖം. അപ്പൊ നമ്മൾ സെൽഫ് ആന്റിജൻ അതിനെ നശിപ്പിക്കും, ആന്റിബോഡി. അപ്പൊ നമുക്കുണ്ടാവുന്ന അസുഖത്തിന്റെ പേരാണ് എന്ത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോയിന്റ് ഇതാ, എന്താണ്? നോൺ സ്പെസിഫിക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. പക്ഷെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണെന്നുള്ളത് അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ബാരിയേഴ്സ് ആണ്. പലതരത്തിലുള്ള ബാരിയേഴ്സ് ആണ്. അതിലൊരു ബാരിയർ ആണ് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്? മെംബ്രെയിൻസ് ആണ്. സ്കിൻ, അതേപോലെ മ്യൂക്കസ് മെംബ്രെയിൻസ്. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ബാരിയർ. മെംബ്രെയിൻസ് ഓഫ് എക്സ്റ്റേണൽ ഇന്റേണൽ മെംബ്രെയിൻസ് ആണ്. ഇത് എടുക്കാം. ഓക്കെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് വിളിക്കും. ഫിസിയോളജിക്കൽ 4 ബാരിയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് സെക്രീഷൻസ് ആണ്. ഇപ്പം എക്സാമ്പിൾ ആസിഡ്സ് ഇൻ സ്റ്റൊമക്, അതേപോലെ ടിയേഴ്സ്, സലൈവ. ഇതൊക്കെ എന്താണ്?
നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന. അപ്പൊ അത് സെക്രീഷൻസാ. ഇനി മൂന്നാമത്തെ എന്താണ്? സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. സെല്ലുലാർ ബാരിയേഴ്സ്. സെല്ലുലാർ ബാരിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റിക് സെൽസുകളാണ്, അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് എന്നൊക്കെ വിളിക്കും. ഫാഗോസൈറ്റിക് സെൽസുകളാണ്. ഫാഗോസൈറ്റിക് സെൽസുകളാണ് നിങ്ങൾക്കറിയാം PMNL നമ്മളെ ബുക്കിൽ പറയുന്നത്. NK സെൽസിനെ പറ്റി പറയുന്നുണ്ട്. NK സെൽസ്, പിന്നെ മോണോസൈറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സെൽസുകളൊക്കെ എന്താണ് നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാഗോസൈറ്റോസിസ്, പോളിമോർഫോ ന്യൂക്ലിയോ ലൂക്കോസൈറ്റ്സ്, അതാണ് ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, അതാണ് PMNL എന്ന് പറയുന്നത്. അതിൽ ന്യൂട്രോഫിൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. ന്യൂട്രോഫിൽസിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞത് സോൾജിയേഴ്സ് എന്നാണ്. ഫാഗോസൈറ്റിക. മോണോസൈറ്റിനും അതേ ഫംഗ്ഷൻ തന്നെയാണ്. മാക്രോഫേജസുകൾ, ഇവരൊക്കെ അടങ്ങിയിരിക്കുന്ന ബാരിയേഴ്സ് ഉണ്ട്. ഇനി നാലാമതായിട്ട് ഒരു ബാരിയേഴ്സ് കൂടി ഉണ്ട്. നാലാമതായിട്ടുള്ള ബാരിയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈൻ ബാരിയർ. സൈറ്റോകൈൻ ബാരിയർ എന്ന് പറഞ്ഞാൽ പല പേരിൽ അറിയപ്പെടുന്നത് സൈറ്റോകൈൻ ബാരിയർ. സൈറ്റോകൈൻ ബാരിയറാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആരെ പറ്റി പറഞ്ഞത്? ഇന്റർഫെറോണെ പറ്റി പറഞ്ഞു. ഇന്റർഫെറോൺ ഇതൊരു സിഗ്നലിംഗ് പ്രോട്ടീനാണ്. സൈറ്റോകൈൻസ് പറഞ്ഞാൽ സിഗ്നലിംഗ് പ്രോട്ടീനാണ്. അതിന് എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺ. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന? വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. വൈറസ് വന്നതിന് ശേഷം ആ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാണ് അഡ്ജസെന്റ് സെൽസിനെ, നൈബറിംഗ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈറ്റോകൈൻ ബാരിയേഴ്സ്. അപ്പൊ ഈ ബാരിയേഴ്സ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ഏത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു. സ്പെസിസിറ്റി ഉണ്ട്, മെമ്മറി ഉണ്ട്, സെൽഫ് ആൻഡ് നോൺ സെൽഫിന് എന്ത് ചെയ്യും? സെക്രിയേറ്റ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഇമ്മ്യൂണിറ്റിയുടെ പേരുകൾ കൂടി നിങ്ങൾക്ക് കാണാം. അതിൽ ഒന്നാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പം അതിലും നമ്മളൊരു കാര്യം, ഹ്യൂമർ അത് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തിസിസ്, അതൊക്കെ നിങ്ങൾ ആ വാക്ക് തന്നെ ഓർമ്മ വരണം. ഇവിടെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഏത് സെല്ലാണ്? ബി സെൽസ് ആണ്. ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ്. ആന്റിബോഡീസ് ഉപയോഗിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഇതിന് ഒരു പേര് കൂടി ഉണ്ട്. ഞാൻ വിളിക്കുന്ന പേര് AMI എന്നാണ്. ഷോർട്ടായിട്ട് എഴുതുകയാണ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇവിടെ സെൽ മീഡിയേറ്റ് ആണ് T സെൽസ് പ്രൊവൈഡ് ചെയ്യുന്ന. T സെൽസാ വൈറസിനോട്, അതുപോലെ ക്യാൻസർ കോസിങ് ഏജൻസുകൾ, ഗ്രാഫ്റ്റുകൾ. ഇതൊക്കെ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ വലിയൊരു ബ്രാഞ്ചാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടിഷ്യൂനെയോ ഓർഗനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാഫ്റ്റ്. ഇതിന്റെയൊക്കെ റെസ്പോൺസിബിൾ ആർക്കാണ്? സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. അത് രണ്ടും ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു, അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസുകളുടെ നേച്ചറുകളും പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്മാക്ക് ആൻഡ് ക്രാക്ക് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. സ്മാക്ക് എന്നാണ് പറയുന്നത്. സ്മാക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെറോയിൻ ആണ്. ഡൈ അസെറ്റൈൽ മോർഫിൻ അസിറ്റിലേഷൻ നടത്തിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊരെന്താണ്? വൈറ്റ് ഓർഡർലെസ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ്. നമ്മളെ പഞ്ചസാരയൊക്കെ പോലെയാണ്, ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ്. ഇത് മോർഫിന്റെ ഡെറിവേറ്റീവാ. മോർഫിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിന്റെ സോഴ്സ് എന്താ? പോപ്പി പ്ലാന്റാ. ലാക്ടെക്സ് ഓഫ് പോപ്പി പ്ലാന്റാ. കറയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒപ്പിയം. പോപ്പി പ്ലാന്റ് ഡെറിവേറ്റീവ്സാ. ഒപ്പേറ്റ് നാർക്കോട്ടിക്സ്, അതിന്റെ പേര് തന്നെ അങ്ങനെ, ഒപ്പേറ്റ് നാർക്കോട്ടിക്സ് എന്നാണ് പറയുന്നത്. അതിൽ മോർഫിൻ പക്ഷേ പ്രത്യേകത എന്താ വെച്ചാൽ, മോർഫിൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ഡിപ്രസന്റ് ആണ്, സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലറാണ്. പെയിൻ കില്ലറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാൾജസിക്സ്. വേദന സംഹാരിയായിട്ടാണ്. ഈ സർജറി കഴിഞ്ഞ പേഷ്യന്റിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? മോർഫിനെ മോഡിഫൈ ചെയ്തിട്ടാണ്. ഇനി അടുത്ത എന്താണ്? ക്രാക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? ക്രാക്ക് അല്ലെങ്കിൽ കോക്ക് എന്നൊക്കെയാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. കൊക്കെയിൻ. എറിത്രോസൈലം കൊക്ക, സൗത്ത് അമേരിക്കൻ നേച്ചറാ. എറിത്രോസൈലം കൊക്ക. ഈ കൊക്കൈന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഡോപ്പാമൈൻ. അതിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇത് കാണിക്കും. ഡോപ്പാമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. കൊക്കെയിൻ, ക്രാക്ക് ഓർ കോക്ക്, കൊക്കെയിനാ. എറിത്രോസൈലം എന്താണ്? എറിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന സംഭവം. എറിത്രോസൈലം കൊക്ക. അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണ്? കോക്ക് ഓർ കൊക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലന്റ് ആണ്. ഈ ഒപ്പിയം ഡെറിവേറ്റീവ്സുകളൊക്കെ എന്താണ്? ഡിപ്രസന്റുകളാണ്. പക്ഷെ ഓവർഡോസ് ചെയ്ത് എടുത്താലും ഹാലൂസിനേഷൻസുകൾ ഉണ്ടാവും. ഒരു മതിഭ്രമം നമ്മളിലുണ്ടാവും. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാവുന്നതാണ് നേച്ചറുകളൊക്കെ. ഇതെല്ലാം എന്താണ്?
മെഡിസിനൽ പർപ്പസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ അതായത് അതർ ദാൻ മെഡിസിനൽ പർപ്പസ് ഉപയോഗിക്കുമ്പോൾ അത് അബ്യൂസിങ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമാണ്. നമുക്ക് പ്രധാനപ്പെട്ട ചില പ്ലാന്റുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് പൊപ്പാവം സോംനിഫറം, രണ്ടാമത്തെയാണ് കനാബിസ് ഇൻഡിക്ക ഓർ കനാബിസ് സറ്റൈവ. കനാബിനോയിഡ്സ് എന്ന് പറയുന്നത് കഞ്ചാവ് ചെടി കേട്ടിട്ടുണ്ടോ? ഗഞ്ച, മരിജുവാന, ആഷിസ്, ചരസ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് ബ്രെയിനിലാണ് ആക്ഷൻ ചെയ്യുക. സെൻട്രൽ നർവസ് സിസ്റ്റമായിട്ട് നേച്ചർ ഉള്ളതാണ്. അപ്പൊ അത് ഉണ്ട്. ദെൻ മറ്റൊന്നാണ് ഏത് അട്രോപ്പ. അട്രോപ്പയുടെ ചിത്രങ്ങളൊക്കെ ബുക്കിൽ കൊടുത്തു. അട്രോപ്പ ബെല്ലാഡോണ വെച്ചാൽ ഹാലൂസിനേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യുന്ന അട്രോപ്പൈൻ ഉള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. പക്ഷെ ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഏതാണ്? എ ആണ്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. നോർമലി പപ്പാവും സോംനിയം പോപ്പി പ്ലാന്റിന്റെ ഡെറിവേറ്റീവ് ഡിപ്രസന്റുകളും എറിത്രോസൈലം കൊക്കയുടെ ഡെറിവേറ്റീവ്സുകളെല്ലാം എന്താണ്? സ്റ്റിമുലന്റുകളാണ്. മറ്റതെല്ലാം ഹാലുസിനേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഏത് എക്സസ് ഡോസ് വന്നാലും ഹാലുസിനേഷൻ ഉണ്ടാവും. അതുകൂടി എന്ത് ചെയ്യുക? കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ്പ്ലെയിൻ ദി ലൈഫ് സൈക്കിൾ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒന്നാണ് എന്ത്? ലൈഫ് സൈക്കിൾ. ആരുടെ ലൈഫ് സൈക്കിൾ? നമ്മുടെ കയ്യിൽ കൊതുക് വന്ന് കടിക്കുന്ന അനോഫിലസ് മോസ്കിറ്റോ കടിക്കുന്ന ചിത്രം കൊടുത്തു ബൈറ്റ് ചെയ്യും. ലൈഫ് സൈക്കിളാ. പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് പേരുണ്ട്. നമ്മളെ ഹ്യൂമൻ ബീങ്സും ഉണ്ട്, അതേപോലെ ആരുണ്ട്? മോസ്കിറ്റോ ഉണ്ട്. രണ്ട് പേരിലും എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നത്? മോസ്കിറ്റോ. സെക്ഷൽ ലൈഫ് സൈക്കിൾ നടക്കുന്ന ആരിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരിലാണ്? അത് നമ്മളതിൽ ബിഗിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി പാർട്ടും നടക്കുന്ന ആരിലാണ്? മോസ്കിറ്റോയിലാണ്. ഹ്യൂമൻ ബീങ്സിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന എസെക്ഷൽ ലൈഫ് സൈക്കിളാണ്. ഇതിനൊരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഉണ്ട്. കൊതുക് നമ്മളെ കടിക്കുമ്പോൾ ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ്. ആ ഇൻഫെക്റ്റീവ് സ്റ്റേജിന്റെ പേര് സ്പോറോ സോയിറ്റ്. അതിന്റെ സലൈവറി ഗ്ലാൻഡ് സ്റ്റോർ ചെയ്യാണ്. നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക. അന്ന് സ്പോറോസോയിറ്റ് ആണ് ആദ്യം എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂമൻ ബീങ്സിലെ രണ്ട് സെല്ലിൽ ഒരു സെല്ലിന്റെ പേര് ഹെപ്പാറ്റിക് സെൽ എന്നാണ്. ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയും. ഹെപ്പാറ്റിക് സെൽസ്. രണ്ടാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ ആർ ബി സിസ് ആണ്. ഈ രണ്ട് സെല്ലുകളിലാണ് ലൈഫ് സൈക്കിൾ നടക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് തെറ്റിച്ചു തരും. ആദ്യം നടക്കുന്ന ഏതാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് ലിവർ സെല്ലിലാണ് ആദ്യം നടക്കുന്നത്. അപ്പൊ ബ്ലഡിൽ നിന്ന് അത് മൈഗ്രേറ്റ് ചെയ്യുന്ന എവിടേക്കാണ്? ലിവറിലേക്ക്. അവിടെ വെച്ച് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, എണ്ണം വർദ്ധിക്കും. എന്നിട്ട് ആ സെല്ലുകൾ റപ്ചർ ചെയ്ത് എന്ത് ചെയ്യും? പെരിഫറൽ സർക്കുലേഷനിൽ വീണ്ടും റിലീസ് ചെയ്യും. എന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ആർ ബി സിയിൽ വെച്ച് വീണ്ടും ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർ ബി സിയിൽ ഗ്ലോബിനൊക്കെ ഉപയോഗിച്ച് അതെന്തായിട്ട് മാറും? ഹീമോസോയിനൊക്കെ ആയിട്ട് മാറി ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെയും എണ്ണമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് റപ്ചർ ചെയ്യും. അങ്ങനെ ആർ ബി സി റപ്ചർ ചെയ്യുമ്പം റിലീസ് ചെയ്യപ്പെടുന്ന സെക്ഷൽ സ്റ്റേജ് ബിഗിൻ ചെയ്യുന്ന സെൽ സ്റ്റേജുകൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജിനെ നമ്മൾ വിളിച്ച പേരാണ് ഗ്യാമിറ്റോസൈറ്റ്. ഗ്യാമിറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമീറ്റ് അല്ല, ഗ്യാമീറ്റിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സെൽ സ്ട്രക്ചറാ, എൻസിസ്റ്റഡ് സ്ട്രക്ചറാ. ഗ്യാമിറ്റോസൈറ്റുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ കൊതുക് കടിച്ചു കഴിഞ്ഞു പിന്നെ വേറെ കൊതുക് നമ്മളെ കടിക്കുന്ന സമയത്ത് ഈ ഗ്യാമിറ്റോസൈറ്റുകളും ഹീമോസോയിനും ഒക്കെ ഉള്ള അതിന് നമ്മൾ ബുക്കിൽ ബ്ലഡ് മീൽ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലഡ് മീൽ എന്ന് പറഞ്ഞാൽ കുറെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്, ചോറ് മാത്രമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ബാക്കി നടക്കുന്ന ആരുടെ? മോസ്കിറ്റോയുടെ എലിമെന്ററി കനാൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വാക്കുകൂടിയാണ് ഗട്ട് എന്ന് പറയും. ബുക്കിൽ സ്റ്റൊമക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഗട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെക്ഷൽ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? ഇൻഫെക്റ്റീവ് സ്റ്റേജ്. ആ ഇൻഫെക്റ്റീവ് സ്റ്റേജിനെ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും? സലൈവറി ഗ്ലാൻഡിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇവിടെ രണ്ടാമത്തേൽ ആർ ബി സി ആണ് തന്നത്, തെറ്റാണ്. ഇവിടെ ലിവർ സെല്ലിൽ ആദ്യം ലിവർ സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും എന്താണ്? ഗ്യാമിറ്റോസൈറ്റ്. അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? എ ആണ്. ഇവിടെ ഹീമോസോയിൻ ആർ ബി സിയുടെ ലൈഫ് സൈക്കിൾ നടക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ആർ ബി സിയുടെ ലൈഫ് സൈക്കിൾ നടക്കുമ്പോഴാണ് ഹീമോസോയിൻ എന്ത് ചെയ്യുക? ക്രിസ്റ്റലൈൻ ഇൻസോളബിൾ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആക്ട് ആസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. അത് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പനിയുണ്ടാവും. റെക്കറിങ് ഫീവർ, ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ടാവും. പല ടൈം പീരീഡിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? എ ആണ്. ഇനി അടുത്ത വീണ്ടും ഇതേപോലെ നോക്കൂ, 2023, 2024 ഇതേപോലെ കോമ്പിനേഷനുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ഡ്രഗ്സുകളെ പറ്റിയാണ് ചോദിച്ചത്. സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇതേ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. കൊക്കെയിൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എറിത്രോസൈലം, കൊക്ക, ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ വർഷമൊക്കെ ആ വർഷമൊക്കെ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ആൻസർ വരുന്നതാണ്. A3 ആണ്. A3യിൽ ഒറ്റ ചോയ്സേ ഇല്ല, നമുക്ക് അപ്പൊ തന്നെ എഴുതിയിട്ട് പോവാം. എന്നാലും നമ്മൾ ചെക്ക് ചെയ്യണം. ഹെറോയിൻ നെയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? പപ്പാവും സോമ്യോറോ ഞാൻ ഓൾറെഡി പറഞ്ഞു. മോർഫിൻ എന്താണ്? സെഡേറ്റീവ് ആണ്, അനാൽജസിക് ആണ്, ഡിപ്രസന്റ് ആയിട്ടാണ്. എഫക്റ്റീവ് സെഡേറ്റീവ് ഇൻ സർജറി. കണ്ടോ? സി
വൺ ആണ് വരുന്നത്. ഇനി എന്താണ് മരിജുവാന? മരിജുവാന ഏതിൽ നിന്നാണ്? കനാബിസ് സറ്റൈവ അല്ലെങ്കിൽ കനാബിസ് ഇൻഡിക്ക. കനാബിസ് ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം D2. ഇപ്പൊ ആൻസർ ഏതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ്. അതിന്റെ ഇഫക്റ്റ് കൂടി എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിനകത്ത് അങ്ങനെ വരാൻ സാധ്യതകളുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോർഫിന്റെയും അതേപോലെ കനാബിനോയിഡ്സിന്റെയും എന്ത് ചോദിച്ചിട്ടുണ്ട്? സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിൽ പതിപ്പിക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്തതിലേക്ക് വരുന്നു. ഇതും ഇതേപോലെ 23-നും 24-ഒക്കെ ഒരേപോലെയുള്ള, ചില വർഷം പോസിറ്റീവ് ഏജന്റ് എന്ന് ചോദിച്ചു, ചിലത് അതിന്റെ ടൈപ്പുകൾ പോസിറ്റീവ് ഏതിൽ പെടുന്നതാണ് എന്നുള്ള. ടൈഫോയിഡ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. സാൽമോണല്ല ആരാണ്? ടൈഫിയാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ബാക്ടീരിയ. ചിലപ്പോൾ 3 എണ്ണമൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അടുത്തെന്താ? ലീഷ്മാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലീഷ്മാൻ അതൊന്നും നമുക്ക് ബുക്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല. ചില വർഷങ്ങളിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ലീഷ്മാനിയാസിസ്. അതിനെ നമ്മൾ സാധാരണ ഇത് കാള അസർ എന്നൊക്കെ പറയും. ലീഷ്മാനിയാസിസ് പല ടൈപ്പുകളുണ്ട്. എന്നാലും ഞാനൊന്നും നിങ്ങൾക്കറിയാം, കോമൺ ആയിട്ട് കേട്ട ഒരു വാക്ക് എന്നുള്ള ഈ ലീഷ്മാനിയാസിസ് എന്ന് പറയാൻ. ഇതൊരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ലീഷ്മാനിയ സ്പീഷീസ്, ലീഷ്മാനിയ ഡോണോവനി എന്നൊക്കെയാണ് ലീഷ്മാനിയ നമ്മൾ പറയുന്നത്. ലീഷ്മാനിയ സ്പീഷീസുകൾ നേച്ചർ, അതിൽ ഡോണോവനിയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഇതൊരു ഇൻസെക്ട് ബൈറ്റിലൂടെയാണ്. സാൻഫ്ലൈ എന്ന് പറയും. സാൻഫ്ലൈ അല്ലെങ്കിൽ ഫ്ലബറ്റോമസ് എന്ന് പറയുന്ന എന്താണ്? സാൻഫ്ലൈയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോസോവൻ ആണ്. ട്രുപ്പാനോസോമ, ലീഷ്മാനിയ, പ്ലാസ്മോഡിയം, എൻഡമീബ ഇവരൊക്കെ എന്താണ്? പ്രോട്ടോസോവൻ ആൾക്കാരാണ്. പ്രോട്ടോസോവൻ ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി റിംഗ് വേം എന്ന് പറയുമ്പോൾ വേം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കും റൗണ്ട് വേം ആണോ, പിൻ വേം അല്ലെങ്കിൽ എന്താണ് ത്രെഡ് വേം ആണോ അങ്ങനെയൊക്കെ വിചാരിക്കും. അല്ലെ ഫ്ലാറ്റ് വേം അല്ല, അതെന്താണ്? ഫംഗസ് ആണ്. റിംഗ് വേം എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്. എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, സ്പെഷ്യലൈസ്ഡ് ജനീറിയ, മൈക്കോസിസ്, ഫംഗൽ ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്. ഫിലേറിയാസിസ് എന്ന് പറഞ്ഞാൽ നെമറ്റോഡാണ്. റൗണ്ട് വേംസ് ആണ്. ഊച്ചറേറിയ ബാങ്ക് ഓഫ് ടി, വീച്ചുറേറിയ മലായ് എന്നൊക്കെ പറയുന്ന ഫിലേറിയൽ വേംസ്, നെമറ്റോഡ. അപ്പൊ ഇവിടെയും ടൈഫോയിഡ് എന്താണ്? ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ A4 എന്ന് പറഞ്ഞ ഒരു ചോയ്സേ ഉള്ളൂ. B3 ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ എന്താണ്? ചിലപ്പം പോസിറ്റീവ് ഏജന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ അതാണ് 2023-24 നമുക്ക് പറഞ്ഞിരിക്കും. അപ്പം ഈ ഒരു ഏജന്റുകളെ പറ്റി എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചു വെക്കണം. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. 3 കോളം. അപ്പൊ അവിടെ എന്താ? കറക്റ്റ് മാച്ച് ആണ്. മൈക്രോസ്പോറും, എപ്പിഡെർമോഫൈറ്റോൺ, അതേപോലെ ട്രൈക്കോഫൈറ്റോൺ ഇവരെന്താണ്? മൈക്കോസിസ്, ഫംഗൽ ഡിസീസ്. അസ്കാരിയാസിസ് അല്ല. അസ്കാരിയാസിസ് ഉണ്ടാക്കുന്ന ആരാണ്? അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വെജിറ്റബിൾസിലൂടെയും ഫ്രൂട്ട്സിലൂടെയൊക്കെ പൂവർ സാനിറ്ററി പ്ലേസസ് അവിടെ നിന്നൊക്കെ കിട്ടുന്ന, നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് അസുഖം അറിയണം, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അറിയണം, സിംറ്റം അറിയണം, എഫക്ട് ചെയ്യുന്ന ഓർഗൻ ഉണ്ടെങ്കിൽ അതറിയണം, ടെസ്റ്റുകൾ എന്തുണ്ടെങ്കിൽ അതറിയണം, പ്രിവെൻഷൻ ആൻഡ് ക്യൂർ അറിയണം. ഇവിടെ എലിമെന്ററി കനാലാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് എഫക്ട് ചെയ്യുന്നത്. അതിന്റെ സിംറ്റം ആണ് അവിടെ കൊടുത്തത്. ഇന്റേണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈൻ, ഇതെല്ലാം അസ്കാരിയാസിന് എന്താണ്? പക്ഷെ പോസിറ്റീവ് ഏജന്റ് അതല്ല, അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ്. അപ്പൊ അത് തെറ്റാ. ഇനി പ്ലാസ്മോഡിയം ഫാൽസിപാരം, ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാസ്മോഡിയം സ്പീഷീസ്. ഫാൽസിപാരം എന്ന് പറഞ്ഞാൽ മലേറിയ ആണ്. മലേറിയനെയാണ് കോസ് ചെയ്യുന്നത്. ഇവിടെ തന്ന ഫിലേറിയാസിസ് എന്നാണ്, തെറ്റാണ്. ഊച്ചറേറിയ മലായ്, അതേപോലെ എന്താണ്? ഊച്ചറേറിയ ബാങ്ക് ഓഫ് ടി, ഇതെല്ലാം എന്താണ്? ഫിലേറിയ. ക്രോണിക് ഇൻഫ്ലമേഷൻ, നമുക്കറിയാം മന്ദരോഗം, ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെക്ടർ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആണ് ക്യൂലെക്സ് മോസ്കിറ്റോ. നമ്മളെ ശരീരത്തിലേക്ക് വരുന്ന മൈക്രോഫിലേറിയ എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അത് നമ്മളെ ബ്ലഡിലേക്ക് വന്ന് ബ്ലഡ് നിന്ന് ലിംഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ലിംഫ് വെസൽസിനെ ബ്ലോക്ക് ചെയ്ത് ഒരു അഗ്ലി അപ്പിയറൻസിലാക്കി മാറ്റും. ഓക്കെ, ഓർത്ത് വെക്കുക. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് വെസൽസ് ഓഫ് ലോവർ ലിംസ് ആൻഡ് ജെനൈറ്റൽ ഓർഗൻസ്. അത് ശരിയാണ്, പക്ഷെ ഫാൽസിപാരം അല്ല. അപ്പൊ അതും തെറ്റാണ്. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഇവർ രണ്ടുപേരുമാണ് ന്യൂമോണിയെ. അതാണ് എന്ത് കോസ് ചെയ്യുന്നത്? ന്യൂമോണിയ ലങ്സിനെ എഫക്ട് ചെയ്യുന്നതാണ്. മരണം വരെ സംഭവിക്കാം. മേ ബി ഫേറ്റൽ. നമുക്കറിയാം ഫിംഗർ നെയിൽസ്, ലിപ്സ്, ഇതൊക്കെയൊക്കെ സിവിയർ കേസസിൽ എന്ത് ചെയ്യും? കളർ മാറും. ഗ്രേ ടു ബ്ലൂയിഷ് കളർ നമ്മൾ പഠിച്ചതാണ്.
എന്താണ്? ഇൻഫെക്ഷൻ ഓഫ് ആൽവിയോളൈ. ശരിയാണ്. ഫ്ലൂയിഡ് ഫിൽഡ് ആൽവിയോളൈ ആണ് ഉണ്ടാവുക. സിവിയർ കേസസിന് എന്ത് ചെയ്യും? മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഇത് ശരിയാണ്. ഇനി അടുത്ത എന്താ? വൂച്ചറേറിയ ബാങ്ക് ഓഫ് ടീ ടൈഫോയിഡ്. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ആരാണ്? സാൽമോണല്ല ടൈഫി. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് വരുന്നത്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. എന്തൊക്കെയാണ്? സസ്റ്റൈൻഡ് ഹൈ ഫീവർ 39 to 40 ഡിഗ്രി, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പൈറ്റ്, ഹെഡേക്ക്. ഇനി എന്താണ്? ഇൻ സിവിയർ കേസസ് ഇറ്റ് കോസസ് എന്താണ്? ഇന്റസ്റ്റൈനൽ പെർഫോറേഷൻസ്. പെർഫോറേഷൻസ് ഹോള് വന്ന പോലെ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പ പോലെ ആയിപ്പോയി സിവിയർ കേസസിൽ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചത്? വിഡാൽ ടെസ്റ്റുകൾ ഉപയോഗിച്ചത്. വിഡാൽ ടെസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയ. അതുകൊണ്ട് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇതും തെറ്റാ. അപ്പൊ ആൻസർ ചെയ്ത് മാത്രമേ ഉള്ളൂ സി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി പഠിക്കാൻ. അപ്പൊ അത് കറക്റ്റാക്കി എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്ത ഇവരെ ഇൻ വിച്ച് ബ്ലഡ് കോർപ്പസിൽ ദി HIV അണ്ടർഗോസ് റെപ്ലിക്കേഷൻ ടു പ്രൊഡ്യൂസ് പ്രോജനി വൈറസസ് എന്നാണ്. HIV എന്ന് പറയുന്നത് വൺ ഓഫ് ദി റിട്രോ വൈറസ് ആണ്. റിട്രോ വൈറസ്. റിട്രോ വൈറസ് എന്ന് പറയുമ്പം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന വൈറസ് ആണ് റിട്രോ വൈറസ്. HIV എന്ന് പറയുന്നതിന്റെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. സിംഗിൾ സ്റ്റാൻഡേർഡ് ആരാണ്? RNA. സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അത് എത്ര കോപ്പി ഉണ്ട്? 2 കോപ്പീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അതും എത്ര കോപ്പി ഉണ്ട്? 2 കോപ്പീസ്. ഈ HIV നമ്മളെ ശരീരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കണ്ടാമിനേറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ്, ഡ്രഗ് അബ്യൂസ്, ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസ്, കയ്യിലൂടെ കുത്തിവെക്കുന്ന രീതിയിലുള്ളത്. ഇനി ഇൻഫെക്റ്റഡ് മദറിന് ചൈൽഡിലേക്ക്, ബ്ലഡിലേക്കാണ് വന്നത്. ബ്ലഡിലേക്ക് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? 2 സെല്ലുകളിലെ നേച്ചർ. 2 സെൽ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ 2 സെല്ലുകൾ. അതിൽ ഒന്നാമത്തെ സെല്ലിന്റെ പേര് മാക്രോഫേജ് എന്നാണ്. ഫേജസ്. രണ്ടാമത്തെ സെല്ലിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ മാക്രോഫേജസ് കഴിഞ്ഞാൽ അടുത്ത സെല്ലിന് T ഹെൽപ്പർ സെൽസ്. മാക്രോഫേജസിനെ നമ്മൾ വിളിക്കുന്ന പേര് HIV ഫാക്ടറി എന്ന. പുതിയ പ്രോജനീസ് ഇവിടുന്നാണ് ഉണ്ടാവുക. ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോജനീസ് എഫക്ട് ചെയ്യുന്ന ആളാണ് T ഹെൽപ്പർ സെൽസ്. അവിടുന്ന് എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്യും, പുതിയതിനുണ്ടാവും. പക്ഷെ T ഹെൽപ്പർ സെൽസ് എന്തായിപ്പോ നശിച്ചു. മാക്രോഫേജസ് അത്ര നശിക്കപ്പെടുന്നില്ല, കൂടുതലായിട്ട് നശിക്കപ്പെടുന്നില്ല എന്നാണ് കേട്ടോ. പക്ഷെ മൂപ്പർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. T ഹെൽപ്പർ സെൽസിന്റെ പ്രത്യേകത എന്താ? ഇയാള് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആളാ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷെ റാപ്പിഡ് ആയിട്ട് ഇയാളുടെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഓപ്പർച്യൂണിറ്റി ഇൻഫെക്ഷൻസുകൾ ഉണ്ടാവും, അസുഖങ്ങൾ വരാനുണ്ടാവും. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന അസുഖം ഇന്ന് HIV വൈറസ് വന്ന് നാളെ കൊണ്ട് നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്ക് ഫ്യൂ മന്ത്സ് ടു മെനി ഇയേഴ്സ്. പല ആൾക്കാരിലും പല രീതിയിലാണ്, വർഷങ്ങളോളം എടുക്കും. എന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുള്ളൂ? എക്സ്പ്രസ് ചെയ്യൂ. അതുകൊണ്ട് ഈ 2 സെല്ലുകൾ ഉണ്ടോ എന്ന് നോക്കണം. അതിന്റെ ക്വസ്റ്റ്യനും ആദ്യം ഇൻഫെക്ട് ചെയ്യുന്ന ഏതാണ് അല്ലെങ്കിൽ ഏതാണ് ഫാക്ടറി എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഈസ്നോഫിൽസിന്റെ തെറ്റാണ്, T ഹെൽപ്പർ സെൽസിന്റെ ശരിയാണ്, B ലിംഫോസൈറ്റ് തെറ്റാണ്, ബേസോഫിൽസും തെറ്റാണ്. അപ്പൊ നമുക്ക് ഏത് ആൻസർ മാത്രമേ ഉള്ളൂ? ബി ഓൺലി. അതാണ് നമ്മൾ നോക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തേക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് 1 and 2 ആണ്. കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. ബാരിയേഴ്സിനെ പറ്റിയാണ് ചോദിച്ചത്. ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ്. ഇൻഫ്ലമേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റ് സെല്ലിന്റെ റിയാക്ഷനോ ഹിസ്റ്റമിന്റെ റിയാക്ഷനോ ആയിരിക്കും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബോഡി ഫ്ലൂയിഡ്സ് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്. ബേസോഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, എപ്പാരിനൊക്കെ. ഇൻഫ്ലമേറ്ററി ഡയലേഷൻ ആണ്. അതുകൊണ്ട് നോർമലി A4 എന്നാണ് വരേണ്ടത്. ഫാഗോസൈറ്റിക് ബാരിയർ ഞാൻ പറയേണ്ട കാര്യമില്ല, നേരത്തെ ഞാൻ പറഞ്ഞു. സെല്ലാർ ബാരിയേഴ്സ് ആണ്. എന്താണ്? 3 ആണ് വരും. A4 B3. അതിൽ തന്നെ നമുക്ക് നേച്ചറിലേക്ക് പോകാം. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്രീഷൻസാ. അപ്പോൾ C5 വരും. ഇനി D എന്താണെന്ന് നോക്കാം. D എന്താണ്? ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻസ് ആണ്. മെംബ്രെയിൻസ് ആണ് വരുന്നതെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, 1 എടുക്കാം. ഓക്കെ.
ഇനി ഈ സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുന്ന ആരാണ്? ഇന്റർഫെറോൺ ആണ്. ഇത്രയാണ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബി ആണ് ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിൽ ഓരോന്നിന്റെയും ഇങ്ങനെയും മാറി മറിച്ചും ഒക്കെ ചോദിക്കും. അതുകൊണ്ട് കൃത്യമായി എന്ത് ചെയ്യണം? ഓർത്ത് വെക്കും. ഇനി അറേഞ്ച് ദി ഫോളോയിങ് ഈസ് ഇൻ കറക്റ്റ് സീക്വൻസ് റിഗാർഡിങ് HIV ഇൻഫെക്ഷൻ. നമ്മളെ ബുക്കിൽ HIV ലൈഫ് സൈക്കിളിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കിയതാണ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? HIV നമ്മളെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യണം. ശരീരത്തിലെ റെട്രോ വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെല്ലിലേക്കാണ് പോവാന്ന് നമുക്കറിയാം. മാക്രോഫേജസിലേക്കാണ് പോവുക. മൈക്രോഫേജസിൽ വെച്ച് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വൈറൽ RNA DNA എവിടെ പോകും? ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്ത്? ഹോസ്റ്റ് സെല്ലുമായിട്ട് എന്ത് ചെയ്യും? ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് വൈറൽ പ്രോജനീസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ശരിക്കും നടക്കുന്നത്. സഹായിക്കുന്ന എൻസൈമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ്. അത് കൂടാതെ പ്രോട്ടിയേസ്, ഇന്റഗ്രേസ്, അങ്ങനെ പല എൻസൈംസുകളുണ്ട്. ഇവരെല്ലാവരുടെയും സഹായം കൊണ്ടാണ് വൈറൽ പാർട്ടിക്കിളിനെ പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റിലീസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് എൻറ്റേഴ്സ് മൈക്രോഫേജസ്. രണ്ടെടുക്കാം ആദ്യത്തെ നേച്ചറിൽ. ശരിയാണല്ലോ. പിന്നെ എന്താണ്? RNA genome of virus replicated to form viral DNA. അവിടെ നടക്കുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഷനാണ്. അപ്പൊ ഒന്നാമത്തെ എടുക്കാം. ഇനി അടുത്ത എന്താ? വൈറൽ DNA ഇൻകോപ്പറേറ്റഡ് വിത്ത് എന്താണ്? ഇൻകോപ്പറേറ്റഡ് വിത്ത് ഹോസ്റ്റ് DNA. അപ്പൊ അവിടെ വരുന്ന 2, 1, 4 വരും. 4 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ? ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് വൈറൽ പാർട്ടിക്കിൾ. അപ്പൊ എന്ത് ചെയ്യും? പാർട്ടിക്കിളിനെ പ്രൊഡ്യൂസ് ചെയ്യും. പ്രോജനി വൈറസ് ഈസ് റിലീസ്. അപ്പൊ 2, 1, 4, 3, 5 ആ ഓർഡർ ഉണ്ടെങ്കിലാണ് ഇത് എന്ത് ചെയ്യുക? കറക്റ്റ് ആവുക. അപ്പൊ നമുക്ക് ഏതാ? 2, 1, 4, 3, 5. ശരിയല്ലേ? 2, 4, 1 വരുന്നുണ്ട്. 1 റെപ്ലിക്കേഷൻ നേച്ചർ, 4 എന്താണ്? വൈറൽ ഹോസ്റ്റ്. അപ്പൊ ആദ്യം അതല്ല, ആദ്യം അത് എന്ത് ചെയ്യണം? നടക്കണം. അപ്പൊ നമ്മളെ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ സി ആണ് മോസ്റ്റ് കറക്റ്റ് ആൻസർ. ഓക്കെ, 2, 1, 4, 3, 5. അപ്പൊ ആ ലൈഫ് സൈക്കിളിന്റെ ഡയഗ്രാം ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം? വളരെയധികം ഒന്ന് ശ്രദ്ധിക്കും. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഹെയിൽഡ് ആൻഡ് ഇൻജസ്റ്റഡ് പാത്തോജൻ. നമുക്കറിയാം നോർമലി ബി സെൽസ് ഒരു ആന്റിജൻ വന്നാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് എന്ത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. നമ്മൾ സാധാരണ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിജനായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നു, ആന്റിജനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൂടി വിളിക്കും എന്ന് ചോദിച്ചാൽ ആന്റിബോഡീസ് എന്നും വിളിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആന്റിബോഡീസ്, എല്ലാ ആന്റിബോഡീസും ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. പക്ഷെ എല്ലാ ഇമ്മ്യൂണോഗ്ലോബുലിനും എന്തല്ല? ആന്റിബോഡീസ് അല്ല. അല്ലെങ്കിൽ ഓൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ഓൾ ആന്റിബോഡീസ് ആർ എന്താണ്? പ്രോട്ടീൻസ്. ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് ആന്റിബോഡീസ്. അത് ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ അവിടെ കുറെ ആൾക്കാരുണ്ട്. IgG ഉണ്ട്, IgA ഉണ്ട്, IgM ഉണ്ട്, IgD ഉണ്ട്, IG എന്തുണ്ട്? A ഉണ്ട്. ഇതിൽ ഇയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആന്റിജൻ എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും റോൾ ഉണ്ട്. ഇതിൽ നമ്മളോട് ചോദിച്ച ഇൻഹെയിൽഡ് ആൻഡ് ഇൻജസ്റ്റഡ് പാത്തോജൻ ആണ്. എക്സ്റ്റേണൽ സെക്രീഷനിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? IgA ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കൊളസ്ട്രോൾ പഠിച്ചതാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ റിച്ച് ഇൻ ആന്റിബോഡീസ്, എക്സ്പെഷ്യലി ആരാണ്? IgA ആണ്. ദെൻ അടുത്ത IgE ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെന്താണ്? അലർജിയെ മീഡിയേറ്റ് ചെയ്യുന്നതാണ്. അലർജി ക്രിയേഷൻ, അലർജൻ. IgG എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, പ്ലാസന്റ ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലാസന്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് IgG. ചെറുതാ. ദെൻ IgM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്താണ്? പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂൺ റെസ്പോൺസ് രണ്ടുണ്ട്. പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ആര്? IgM. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ 2 IgA എന്ന് എഴുതി പോയിട്ടുണ്ട്. ഒന്ന് നമുക്ക് എന്തെടുക്കാം? IgE. ഈ 5 അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആദ്യമായി ആന്റിജൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന റെസ്പോൺസിനെയാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഇതേ ആന്റിജൻ വീണ്ടും വന്നാൽ മെമ്മറി സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വളരെ ഫാസ്റ്റ് ആയിരിക്കുന്ന റെസ്പോൺസ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. 5 പേരും NCERT-യിലുണ്ട്. അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. നൗ ലെറ്റ് us move to the next one. ക്രോണിക് ആൽക്കഹോളിസം ക്യാൻ ലീഡ്സ് ടു ദി ഓൾ ദി ഫോളോയിങ് എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കഹോളാണ്. ഒരു ആൽക്കഹോൾ നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ലിവറിൽ പോയി അബ്സോർബ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ വെച്ച് അബ്സോർബ് ചെയ്ത് ലിവറിൽ പോയിട്ടാണ് ആക്ഷൻ നടക്കുന്നത്.
ആൽക്കഹോൾ ഒരു നല്ല സൊല്യൂഷൻ അല്ല, മോശം സൊല്യൂഷൻ ആണ്, നമുക്ക് വേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന്റെ ആവശ്യം നമുക്കില്ല. അത് നമ്മുടെ ശരീരത്തിൽ വെച്ച് പോയിസണസ് സബ്സ്റ്റൻസുകളായിട്ട് മാറുകയും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ത് ചെയ്യും, സംഭവിക്കുകയും ചെയ്യും, വെള്ളം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അത് മാത്രമല്ല ഫാറ്റിന്റെ ഡൈജഷനെ ബ്രേക്ക് ചെയ്യും, ഡൈജഷൻ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും, ഫാറ്റിനെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും, ലിവറിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് എന്ത്, ഫാറ്റി ലിവർ, ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. അത് കുറെ കൂടി കാലം കഴിയുമ്പം കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഡ്രൈ ആവുകയും നോഡ്യൂൾസുകളായിട്ട് മാറും. അങ്ങനെ ആകുമ്പം അവിടെ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് എന്ത്, സീറോസിസ്. ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. നോർമലി ആൽക്കഹോളിക് പേഴ്സണിന് സീറോസിസ് വരാനുള്ള സാധ്യതകൾ എന്താണ്, കൂടുതലാണ്. ഇനി ഇഫ് ദി ആൽക്കഹോൾ ഈസ് എന്താണ് കൺസ്യൂം ബൈ പ്രഗ്നന്റഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അത് കുഞ്ഞിന് എന്തുണ്ടാവും, ഫീറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാവും. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഫീറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ നമ്മളെ ബാധിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ബ്രെയിനിന്റെ ആക്ഷൻസുകളിലൊക്കെ ബാധിക്കുന്നത് വെച്ചാൽ നമുക്ക് ലോസ് ഓഫ് മെമ്മറി, അതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ടണൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഡ്രങ്കൺ ഡ്രൈവിംഗ് ഈസ് പണിഷബിൾ, കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കണ്ടീഷൻസുകൾ ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഈ പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, എംഫീസമ, ഇതൊരിക്കലും ഉണ്ടാവില്ല. ഇതുണ്ടാക്കുന്ന ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ ടൊബാക്കോ ആണ്. സ്മോക്കിംഗ് പേഴ്സണില് ആൽവിയോയുടെ സർഫസ് ഏരിയ കുറയ്ക്കുന്ന അസുഖത്തിന്റെ ക്രോണിക് എന്താണ് ഡിസീസാ, റെസ്പിറേറ്ററി ഡിസീസാ എംഫീസമ. നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരല്ലേ, നോർമലി ന്യൂസ് റീലൊക്കെ അവിടെ കാണുന്നുണ്ടാവില്ല. നമുക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം കേൾക്കുന്നുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. എംഫീസമ മറക്കാൻ പാടില്ല. ആൽഫ-1 ആന്റി ട്രിപ്സിൻ ബയോടെക്നോളജിയിൽ നിങ്ങൾ പഠിക്കുന്നു, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ. ഇതെല്ലാം കണക്റ്റഡാ. ടൊബാക്കോ, സ്മോക്കിംഗ് ഓൺലി ഡ്യൂ ടു സ്മോക്കിംഗ് ആണ്. റെസ്പിറേറ്ററി ഡിസോർഡറിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പറയുന്നുണ്ട്, ബയോടെക്നോളജിയിൽ പറയും. ഇതൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക, എംഫീസമ ഈസ് നോട്ട് കോസ്ഡ് ബൈ എന്താണ്, കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദി എന്താണ്, സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്മോക്കിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ തെറ്റായിരിക്കുന്ന കാര്യം ഇതാ. അപ്പൊ എംഫീസമ. ഇതിനടുത്തത് നോർമലി നമ്മൾ എന്താണ്, mood swing, muscularization, excessive hair growth on face and body deepening voice as side effect of എന്താണ്, drugs in female sports persons എന്ന്. എങ്ങനെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറയുന്ന ആരിലാണെന്ന് ചോദിച്ചാൽ സ്പോർട്സ് പേഴ്സൺസിന്റെ എന്താണ്, സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മസിലിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പല വസ്തുക്കൾ ഉപയോഗിക്കും. അവർക്ക് അപ്പം എന്തുണ്ടാവും, എല്ലാ സമയത്തും പെർഫോം ചെയ്യാൻ പറ്റുമോ, ഇല്ല. കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, അവിടെ എന്ത് സംഭവിക്കും, ഡിഫക്റ്റ് സംഭവിക്കും. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, സൈഡ് എഫക്റ്റുകളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ മെയിലിലും സംഭവിക്കാം, ഫീമെയിലും സംഭവിക്കാം. മെയിലിലും സംഭവിക്കും, ഫീമെയിലും സംഭവിക്കും. ഇതുണ്ടാക്കുന്ന ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അനാബോളിക് സ്റ്റീറോയിഡ്. അനാബോളിക് സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ആൻഡ്രോജൻസ് ആണ്, മെയിൽ ഹോർമോൺസ് ആണ്, മെയിൽ സെക്സ് ഹോർമോൺ. ഇതാണ് ഉപയോഗിക്കുന്നത്, മെയിൽ സെക്സ് ഹോർമോൺസ്, സിന്തറ്റിക് ആൻഡ്രോജൻസ്. ബാക്കി 3 ഓപ്ഷൻ കാണുന്നുണ്ട്. നാർക്കോട്ടിക് അനാൾജസിക്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്, റെഡ്യൂസ് പെയിൻ, വേദന കുറയ്ക്കാൻ വേണ്ടി. കനാബിനോയിഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നത് ആക്സലറേഷൻ കൂട്ടാൻ വേണ്ടി, നമ്മളുടെ ആക്ഷൻസുകൾ കൂട്ടാൻ. ഡയൂററ്റിക്സ് എന്തിനാണ്, വെയിറ്റ് ലോസ്. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നേച്ചറാണ് ഏതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും നേച്ചറാണ്. വെയിറ്റ് ലോസ്, വെയിറ്റ് കൂടിയാൽ ഓടാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡയൂററ്റിക്സ് ഉപയോഗിക്കുന്നത്. കനാബിനോയിഡ്സ് ആണെങ്കിൽ പെർഫോമൻസ് എൻഹാൻസേഴ്സ് ആണ്. നാർക്കോട്ടിക് അനാൾജസിക്, നിങ്ങൾക്കറിയാം സ്പോർട്സിലൊക്കെ അപകടങ്ങൾ പറ്റിയാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൻസർ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് മാത്രമാണ് പറയാനുള്ളത്, ഏതാണ് ആൻസർ, ഡി ആണ്.
മസിൽ ഗ്രോത്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഓക്കെ, യെസ്. ഇനി അടുത്തേക്ക് വരികയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദി ട്രൂ ഓർ ഫോൾസ്. ഇത് സ്ഥിരമായിട്ട് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ വന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് എ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ശരിയാണ്, അതിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് ശരിയാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കാൻ ബി ഡെവലപ്ഡ് ബൈ വാക്സിനേഷൻ. അതൊന്ന് ശ്രദ്ധിക്കണം, വാക്സിൻസ് ആണ്. വാക്സിൻസ് എന്ന് പറയുന്നത് എന്താണ്? ആന്റിജൻസ് ആണ്, ആന്റിബോഡി അല്ല, ആന്റിജൻസ് ആണ്. ഒന്നിക്കെങ്കിൽ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കിൽഡ്, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കുന്ന ആന്റിജനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിൽ ആന്റിജൻ വന്നാൽ എന്ത് ചെയ്യും? ആന്റിജൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ബി സെൽസ് ഉപയോഗിച്ചിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആന്റിജനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്റ്റീവ്. ഈ ആക്റ്റീവും പാസീവും നിങ്ങൾ കൃത്യമായി പഠിക്കണം. നമ്മൾ നോർമലി ആക്റ്റീവ്, പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് എന്താണ്? ആന്റിബോഡീസ്. ഞാൻ ABs എന്നാണ് എഴുതുന്നത്. ഇതെന്താണ്? റിസീവിങ് ആന്റിബോഡീസ് ആണ്, വാങ്ങിക്കുകയാണ് നമ്മൾ. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇതിലും ഉണ്ട് 2 ടൈപ്പ്. ഈ 4 വേണമെങ്കിൽ നമ്മൾ ചോദിക്കാം, നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. ഇതിലൊന്നാണ് നാച്ചുറൽ ആക്റ്റീവ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിലൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. രണ്ടാമത്തെയാണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എക്സാമ്പിൾ ആണ് വാക്സിനേഷൻ. വാക്സിൻ നമ്മൾ കൊടുക്കുക, അപ്പൊ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരു ഡോസ് എടുക്കും, ചിലപ്പോൾ 2 ഡോസ് എടുക്കും, ചിലപ്പോൾ 3 ഡോസ് എടുക്കും. അപ്പോഴൊക്കെ നമ്മളെ ശരീരത്തിൽ മെമ്മറി സെൽസ് ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. പ്രാവശ്യം വന്നാൽ മെമ്മറി സെൽസ്. അതുകൊണ്ട് തന്നെ ഇവര് 2 പേരും ആരുടെ നേച്ചർ ആണെന്ന് ചോദിച്ചാൽ ആരതാണ്? അക്വയർഡിന്റെ നേച്ചർ ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റീവിന്റെ നേച്ചർ ആണ്. ഇനി പാസീവ് എന്നാണ് പറയുന്നത്. പിന്നെ പാസീവിലും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കാം. നാച്ചുറൽ പാസീവ് ഉണ്ട്, നാച്ചുറൽ പാസീവ്, പാസീവ് ഇമ്മ്യൂണിറ്റി. ഇത് 2 നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് IgA, IgG. ഇതാണ് 2 എക്സാമ്പിൾ. ആരിലേക്കാണ് കൊടുക്കുന്നത്? മദറിൽ നിന്നാണ്. മദർ ആരിലേക്ക് കൊടുക്കുന്നു? മദർ ടു ചൈൽഡ്, കുഞ്ഞിലേക്ക് കൊടുക്കുക. മദർ ടു ചൈൽഡാ. ജനിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് IgG, ജനിച്ചതിന് ശേഷം കൊളസ്ട്രത്തിലൂടെ കൊടുക്കുന്നതാണ് IgA. ഇനി എന്തുണ്ട്? ആർട്ടിഫിഷ്യലും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഉണ്ട്. ആർട്ടിഫിഷ്യൽ പാസീവ് ആണെങ്കിൽ കൃത്യമായി ഓർത്ത് വെക്കണം. ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ഏതാണ്? ആർട്ടിഫിഷ്യൽ പാസീവിന് എക്സാമ്പിൾ ആണ് ആന്റി വെനം, സ്നേക്ക് ബൈറ്റ്. പരീക്ഷ ചോദിക്കും ഏതാണ്? പാമ്പ് കടിച്ച ആൾക്കാരിൽ നമ്മൾ ആന്റിബോഡി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ആള് മരിച്ചു. അതുകൊണ്ട് നമ്മൾ പെർഫോംഡ് ആന്റിബോഡീസിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഇഞ്ചക്ട് ചെയ്യും. ആന്റി ടെറ്റനസ് സീറം, ATS, ഇതെല്ലാം അതിന് എക്സാമ്പിളാ. അപ്പൊ അവിടെ എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡഡ് ത്രൂ പെർഫോംഡ് ആന്റിബോഡീസ് ആണോ? തെറ്റാ, അത് തെറ്റാ. Antibodies produced in other organism injected into a person who already has a potential antigen in his body known as passive. അത് ശരിയാണ്, ഒരാൾ നിന്ന് എടുക്കുകയാണ്. പെർഫോം ആന്റിബോഡീസ് നമ്മൾ തയ്യാറാക്കി വെക്കുക, അതുകൊണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊട്ടക്ഷൻ ഓഫ് ആന്റിബോഡിയാണ്. അപ്പൊ ഇത് 3 ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാ വരിക? D. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കും. ഇതിനടുത്തേക്ക് വരികയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? എക്സസീവ് യൂസ് ഓഫ് അനാബോളിക് സ്റ്റീറോയിഡ്സ് ആൻഡ് നാർക്കോട്ടിക് അനാൾജസിക്സ് ബൈ സ്പോർട്സ് പേഴ്സൺ റിസൾട്ട്സ് ഇൻ reckless behavior, vandalism, violence. നമ്മൾ സാധാരണഗതിയിൽ ഡ്രഗ് അബ്യൂസേഴ്സിൽ കാണപ്പെടുന്ന എന്താണ്? ഒരു വാർണിംഗ് സൈൻസ് ആണ് ഇതെല്ലാം. റെക്ലസ് ബിഹേവിയറും വാൻഡലിസം നേച്ചറും. ഇത് എക്സസ് ഉപയോഗിച്ചുകൊണ്ടല്ല, അപ്പൊ അത് തെറ്റാ, വാർണിംഗ് സൈൻസ് ആണ്. ചില ആൾക്കാരുടെ പ്രവൃത്തി നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഇതുപോലുള്ള കണ്ടീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ എന്ന് കണ്ടുപിടിക്കാം. Dependence is a tendency of body to manifest a characteristics and unpleasant withdrawal syndrome. അത് ശരിയാണ്. Tobacco chewing is associated with increased risk of blood cancer. Blood cancer എന്നല്ല, ഓറൽ ക്യാൻസർ, അതുപോലെ തന്നെ
ഗ്യാസ്ട്രിക് ക്യാൻസർ, യൂറിനറി ക്യാൻസർ, ലങ് ക്യാൻസർ, ഇതിനൊക്കെ ഉള്ള പോസിബിലിറ്റിയാണ് ഏത് കൂടുതൽ ഉണ്ടാവുന്നത്? ടൊബാക്കോ വഴി ഉണ്ടാവുന്നത്, ഇതുവഴിയല്ല. മോർഫിൻ ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ ടു ഹെൽപ്പ് പേഷ്യന്റ് കോപ്പ് വിത്ത് മെന്റൽ. മോർഫിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ ആയിട്ടാണ്. സർജറിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. മെന്റൽ ഇൽനെസ്സിനൊക്കെ ഉപയോഗിക്കുന്ന നേച്ചർ ബെൻസോഡൈസഫൈൻസ്, ബാർബിട്രേറ്റ്സ്, ആംഫിറ്റാമൈൻസ് അങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമ്മളോട് ചോദിച്ച കറക്റ്റ് ഏത് എന്നാണ്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബി ആണ്. ഓക്കെ, യെസ്. Now let us move into the next. ഇപ്പൊ കഴിഞ്ഞാൽ അതിന് മുമ്പിലത്തെ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം നമ്മുടെ ബുക്കിലുണ്ട്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആൻഡ് മാഗ്നറ്റിക് റെസൊണൻസ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഡിറ്റക്ട് ക്യാൻസേഴ്സ് ഓഫ് ഇന്റേണൽ ഓർഗൻ. ഇന്റേണൽ ഓർഗൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നിക്സ് ആണ് ഇത് രണ്ടും. അത് ശരിയാണ്. കീമോതെറാപ്യൂട്ടിക്സ് ഡ്രഗ്സ് ആർ യൂസ് ടു കിൽ നോൺ ക്യാൻസറസ് സെൽ. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നോൺ ഒന്നും ചിലപ്പോൾ കാണുന്നില്ല. നോൺ ക്യാൻസറസ് സെൽസ് അല്ല, ക്യാൻസറസ് സെൽസിനെയാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ആൽഫ ഇന്റർഫ്രോൺ ആക്ടിവേറ്റ് ദി ക്യാൻസർ പേഷ്യൻസ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്സ് ഇൻ ഡെസ്ട്രോയിങ് എന്താണ്? ട്യൂമർ. ശരിയാണ്. ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് ആണ്. അതിന് ഉപയോഗിക്കുന്ന ഒരാളുടെ പേരാണ് എന്ത്? ആൽഫ ഇന്റർഫ്രോൺ. അത് ശരിയാണ്. ഇനി അടുത്ത കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് as a biological response modifiers. തെറ്റാണ്. In the case of leukemia, blood cell count is decreased or decreased. തെറ്റാണ്. ലുക്കീമിയയിൽ എന്ത് കൂടും? WBCയുടെ എണ്ണം കൂടും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് പോളിഫറേഷൻ ആണ്. അപ്പം നമ്പർ ഓഫ് സെൽസ് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ശരി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബി തെറ്റാണ്, ഡി തെറ്റാണ്, ഇയും തെറ്റാണ്, എയും സിയും ആണ് കറക്റ്റ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്? 1. ഓക്കെ, യെസ്. ഇനി നിയോപ്ലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽസ് റെഫേഴ്സ് ടു എന്നാണ്. നിയോപ്ലാസം പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് സെൽസാ ഉണ്ടായി ട്യൂമേഴ്സ്. അതിങ്ങനെ റിലീസ് ചെയ്ത് വേറെ സ്ഥലത്തൊക്കെ പോയി എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ക്യാൻസറിന്റെ പേരാണ് മാലിഗ്നന്റ് ക്യാൻസർ. നമ്മൾ പറയുന്നതാണ്. ചിലത് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയുന്ന വോഡ്സ്, ഫൈബ്രോയിഡ്സ്, അതൊക്കെ അവിടെ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നില്ല. അങ്ങനെ ആ ക്യാൻസറിനെ നമ്മൾ കൺഫൈൻ ടു എൻ ഒറിജിനൽ പൊസിഷൻ, അവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബെനൈൻ ക്യാൻസർ, ബെനൈൻ ട്യൂമേഴ്സ്, മാലിഗ്നന്റ് ട്യൂമേഴ്സ്. അങ്ങനെയാണ്. നിയോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മാലിഗ്നന്റ് പ്രോപ്പർട്ടിയാണ്, മാലിഗ്നൻസി ഉള്ളതാണ്. എ മാസ് ഓഫ് പോളിഫറേറ്റിംഗ് സെൽ. ശരിയാണ്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സെൽ, വെരി ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇൻവാഷൻ ആൻഡ് ഡാമേജ് ടു സറൗണ്ടിങ് ടിഷ്യൂ. ശരിയാണ്. മറ്റുള്ള ടിഷ്യൂവിനെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ദോസ് കൺഫൈൻ ടു ഒറിജിനൽ പൊസിഷൻ, ഒറിജിനൽ ലൊക്കേഷൻ. തെറ്റാണ്. ഇതും നീറ്റ് 2025 ചോദിച്ചാണ്. കൺഫൈൻ ടു ഒറിജിനൽ ലൊക്കേഷൻ തെറ്റാണ്. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ്, സ്പ്രെഡിങ് ഓഫ് ക്യാൻസർ. സ്പ്രെഡിങ് ഓഫ് ക്യാൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി? എയും ബിയും സിയും ശരിയാണ്. എ ബി സി ഓൺലി 3 ആണ് ആൻസർ. ഇത് ഈ ക്യാൻസർ സെൽസിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി, നോർമൽ സെൽസിനുള്ളതും ക്യാൻസർ സെൽസിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? കോണ്ടാക്ട് എന്താണ്? ഇൻഹിബിഷൻ. കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. when the cell loses the capacity of contact inhibition, that will turn to എന്താണ്? നിയോപ്ലാസ്റ്റിക് ട്യൂമേഴ്സ് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ക്യാൻസർ കോസിങ് ഏജന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജൻസ്. കാർസിനോജൻസ് എന്ന് വിളിക്കും. കാർസിനോജൻസ് എന്ന് വിളിക്കും. ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 3 വിധത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. ഫിസിക്കൽ കാർസിനോജൻ, കെമിക്കൽ കാർസിനോജൻ, ദെൻ ബയോളജിക്കൽ കാർസിനോജൻ. ഓൺഗോ വൈറസസ് ബയോളജിക്കലാണ്. നമ്മുടെ ശരീരത്തിലുള്ള ചില ജീൻസുകൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ പല വസ്തുക്കളും വരുന്ന സമയത്ത് ഓൾട്ടർ ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ക്യാൻസർ ഉണ്ടാവും. ആരിൽ എപ്പോൾ വേണമെങ്കിലും വരാം. മില്യൺസ് ഓഫ് എന്താണ് പേഴ്സൺസ് ആർ എഫക്റ്റഡ് ആൻഡ് ഡൈഡ് ഇൻ എവറി ഇയർ. ഫിസിക്കൽ കാർസിനോജൻ, അയണൈസിങ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസ്, എക്സ്റേസ്, UV റേസ്, ഇങ്ങനെയുള്ളതെല്ലാം. ദെൻ എന്താണ്? കെമിക്കൽ കാർസിനോജൻ, നേരത്തെ പറഞ്ഞു ടൊബാക്കോ, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മളെ ശരീരത്തിൽ വന്ന ലങ് ക്യാൻസർ, ഓറൽ ക്യാൻസർ, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ക്യാൻസർ വരാം. അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
എ പ്രോപ്പർട്ടി ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഇൻ വിച്ച് ബേസ് ഓഫ് വാക്സിനേഷൻ. വാക്സിനേഷൻ ബേസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഏതെന്നാണ് ഞാൻ പറഞ്ഞു. വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്. ആർട്ടിഫിഷ്യൽ ആന്റിജൻസാ. അപ്പോൾ അയാളെ തന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ആരുണ്ടാവും? മെമ്മറി. അതുകൊണ്ട് എന്താണ്? മെമ്മറി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ? സി. ഇത് വേറെ ഒന്നും നോക്കാനില്ല, മെമ്മറി ബേസ്ഡാ. അതിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റി പറയുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ഇതെന്ത്? RDNA വാക്സിൻ ആണ്, റീകോമിനന്റ് വാക്സിൻ ആണ്. റീകോമിനന്റ് എവിടെ നിന്നാണ്? ഈസ്റ്റ്. ഇത് നമ്മളെ ബുക്കിൽ പറയുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതകളാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? റിവൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പറ്റാവുന്ന അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും കൺസെപ്റ്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതെന്ത് ചെയ്യുക? പരീക്ഷ നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.